GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർ യു ടെൻസ് വിത്ത് യുവർ എക്സാമിനേഷൻസ് അല്ലേ. ഇപ്പോൾ നമുക്കിപ്പോൾ പരീക്ഷാ കാലമാണ്. CBSE, ICSE, സ്റ്റേറ്റ് ഇതുപോലെ കണ്ടമാന പരീക്ഷകൾ നടക്കുന്നുണ്ട്. കുറേ പരീക്ഷകൾ എഴുതിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ പാരൻസും ഒക്കെ കുറേ പരീക്ഷകൾ എഴുതിയിട്ട് ഒരു മനുഷ്യൻ ജീവിതത്തിൽ. അപ്പോൾ പരീക്ഷയിൽ നമുക്ക് ചില കുട്ടികൾക്ക്, എല്ലാവർക്കും അല്ല, ചില കുട്ടികളിൽ അത് അമിതമായ ഭയം ഉണ്ടാവാം. അതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ചെറിയൊരു ഭയം ഉണ്ടാവും. ചെറിയൊരു ഭയം നല്ലതാണ്. പക്ഷേ ഭയം അധികരിച്ചാലുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ചിന്തകളാണ് നമുക്ക് ഭയം സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. നമുക്ക് എങ്ങനെ ടെൻഷൻ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റു വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിതിൻ്റെ ടിപ്സാണ് പറയുന്നത്, എങ്ങനെ അവോയ്ഡ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഓർഗനൈസ് യുവർ സ്റ്റഡീസ്. നമ്മുടെ പഠനത്തിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ ടൈം ടേബിൾ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ തന്നെ നമുക്ക് പല സബ്ജക്ട്സിൻ്റെ ഒരു പീരീഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനൊരു സ്റ്റഡി ടേബിൾ, ഒരു ടൈം ടേബിൾ എന്തിനുണ്ടാകണമെങ്കിൽ അത് കൃത്യമായിട്ട് എങ്ങനെ തീർക്കാമെന്ന ഒരു പ്ലാനിങ് ടീച്ചർ ഉണ്ടായിരിക്കും. അതനുസരിച്ച് അത് ടീച്ചർ എക്സിക്യൂട്ട് ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ പരീക്ഷയുടെ ഒരു ടൈം ടേബിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസമുണ്ട് ഓരോ പരീക്ഷകൾക്കും, എത്ര ചാപ്റ്ററുകൾ അതിൽ കവർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാപ്റ്ററുകൾ മൊത്തമായിട്ട് കൃത്യമായിട്ട് എല്ലാം ചിലപ്പോൾ പഠിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് പറയില്ല. പക്ഷേ പരീക്ഷയ്ക്ക് പാസ്സാവണമെങ്കിൽ കൂടുതൽ മാർക്ക് നേടുന്ന ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. വെയിറ്റേജ് ഓഫ് ദ ചാപ്റ്റേഴ്സ്. നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എക്സാമിന്റെയും, ഓരോ പബ്ലിക് എക്സാമിന്റെയും, ഓരോ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ്, പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് വെയിറ്റേജ് ഉണ്ടാവും. ആ വെയിറ്റേജ് നമ്മൾ അറിയാം. ഓരോ ചാപ്റ്റർ എത്ര മാർക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 6 മാർക്കായിരിക്കും, ചിലപ്പോൾ 4 മാർക്ക്, ചിലപ്പോൾ 8 മാർക്കായിരിക്കും. അപ്പോൾ ആ വെയിറ്റേജിനനുസരിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ ആ ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പഠിച്ച് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി പഠനത്തിൽ പിന്നോക്കമുള്ള ആൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ആ വെയിറ്റേജിനനുസരിച്ച്, ആ മാർക്കിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഓരോ ചാപ്റ്റർ അതിനനുസരിച്ച് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി ഒരു കോൺഫിഡൻസ് കൂടും. അപ്പോൾ മാത്സിന്റെ കാര്യത്തിലൊക്കെ പ്ലസ് 2 ഒക്കെ ആണെങ്കിൽ മെട്രിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മെട്രിക്സിന്റെ 2 ചാപ്റ്റേഴ്സ് ഒക്കെ ഇതിനും കൂടി സിമ്പിളാണ്, അത് ആദ്യം പഠിക്കുക. അതുപോലെ എല്ലാ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക, ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് പിന്നീട് വെക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ കോൺഫിഡൻസ് കൂടും. പിന്നെ നമ്മൾ പറഞ്ഞു, ഈ നമ്മുടെ അനുസരിച്ച് ഒരു പ്ലാൻ വേണം, എക്സിക്യൂട്ട് ചെയ്യണം. അത് കംപ്ലീറ്റ് വിത്തിൻ ഡിസിപ്ലിൻ ടൈം. നമ്മളെല്ലാവരും വലിയ പ്ലാനുകളൊക്കെ നടത്തും, പക്ഷേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യില്ല. എക്സിക്യൂട്ട് ചെയ്യാത്ത പ്ലാൻ കൊണ്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ എങ്ങനെ, എത്ര മണിക്കൂർ പഠിക്കണം. അപ്പോൾ നമ്മൾ റോബോട്ട് വന്നല്ല, നമ്മൾ കണ്ടമാനം നേരം നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിക്കുമ്പോൾ ചെറിയൊരു ടൈം, നമുക്കൊരു ചെറിയൊരു ഇന്റർവൽ എടുക്കാം. പക്ഷേ ഇന്റർവൽ എടുക്കുമ്പോൾ ഇതിലേക്ക് പോയി കുറേ സമയം പോകരുത്. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കുക. പ്രത്യേകിച്ച് ചൂടുള്ള സമയമാണ്. നല്ല ഭക്ഷണ രീതികൾ, പ്രത്യേകിച്ച് നോൺ വെജുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കരിക്കിൻ വെള്ളമൊക്കെ പോലെയുള്ള നമുക്ക് എനർജി ഡ്രിങ്കുകൾ, ഗ്ലൂക്കോസ് വാട്ടർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ തീർക്കാനുള്ള ഒരു പ്ലാൻ നമുക്ക് അതിനൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. എത്രത്തോളം നമ്മൾ റിവ്യൂ ചെയ്യണം. സമയം നല്ലതാണ്.